ബലിപെരുന്നാൾ ഇബ്രാഹിം പ്രവാചകൻ്റെ പാരമ്പര്യവും ചരിത്രവും ഓർത്തുകൊണ്ടും പിന്തുടർന്നുകൊണ്ടുമാണ് നാം ആഘോഷിക്കുന്നത്. എല്ലാത്തരം വിവേചനങ്ങൾക്കും അപ്പുറത്ത് ലോക സാഹോദര്യത്തെ ഉയർത്തിപ്പിടിച്ച പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി. ഇറാഖിൽ അദ്ദേഹം പ്രബോധനം ചെയ്ത പ്രദേശത്ത് നിലനിന്നിരുന്ന വിവേചനങ്ങളെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ദേശാതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ലോകം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള വിവേചനങ്ങൾ ദേശത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെയും സമുദായങ്ങളുടെയും പേരിൽ നിലനിൽക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇബ്രാഹിം പ്രവാചകൻ ചെയ്തത് ഈ വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ, ഈ അതിർത്തികൾ ലംഘിക്കാൻ വേണ്ടി യാത്ര ചെയ്തു എന്നതാണ്. ഒരു വിശ്വപൗരനാവുക എന്നതിനെ ഇബ്രാഹിം നബി ശരിക്കും പ്രബോധനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആശയം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകദൈവത്വമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നവനുമായ ഏകദൈവം. ഈ ഏകദൈവ വിശ്വാസം യഥാർത്ഥത്തിൽ ലോകത്തിന് നൽകുന്നത് ഏക മാനവികതയാണ്. എല്ലാവരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്ന് പറയുമ്പം ഒരു സമസൃഷ്ടി, സാഹോദര്യബോധം, സമത്വം ലോകത്തുണ്ടാകും. ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണത്. ഇതുതന്നെയാണ് ഹജ്ജിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വന്ന മനുഷ്യരും ഒരു വ്യത്യാസവുമില്ലാതെ അവിടെ ഒരുമിക്കുന്നു. ഈ വിവേചനങ്ങളില്ലാതെ, ഭിന്നതകളില്ലാതെ മനുഷ്യർക്ക് ഒരുമിക്കാൻ കഴിയുക, എല്ലാവരും എൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് പറയാൻ കഴിയുക, ഇതിനപ്പുറത്ത് എന്താണ് നമുക്ക് വേണ്ടത്? ഈ മാനവ സാഹോദര്യമാണ് ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം.